നമ്മൾ നമ്മുടെ ഇന്ത്യൻ ബൈക്കപ്പം എടുക്കുന്നുണ്ട്. നമുക്കപ്പോൾ അതെടുക്കാം. ഇപ്പോൾ അതെ നമ്മളപ്പോൾ അതെ നമ്മളെ വണ്ടിയായിട്ട് ഇപ്പോൾ വണ്ടിക്കൊരു ചെറിയൊരു പരിപ്പുണ്ടായിരുന്നു, ഡോറൊക്കെ പോയി. അപ്പോൾ നമുക്ക് ആ വണ്ടി എടുത്തുകൊണ്ട് നേരെ ഒന്ന് വർക്ക്ഷോപ്പ് വരെ ഒന്ന് പോകും, ഷോറൂമിലൊന്ന് പോയിട്ട് അടുത്ത വണ്ടി എടുക്കാൻ പോകണം. തൊട്ടടുത്ത നമുക്ക് നോക്കിയത് കൊള്ളാം. കുറേ വണ്ടിയുണ്ട്, 3 ഉണ്ട്. സ്വിമ്മിംഗ് പൂളിൽ ഇപ്പോൾ വീണേനെ ദൈവമേ. അപ്പോൾ നമുക്കത് അതിലേ പോകാം. വേണ്ട അടുത്ത വണ്ടി. അപ്പോൾ നമുക്കത് അങ്ങോട്ട് ഓടിപ്പോവാം. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നമ്മുടെ ഡിഫൻഡറും നമ്മുടെ ഒരു GTR കിടക്കുന്ന പോലെ നമുക്കുള്ളൂ. ശരിക്കും അങ്ങോട്ട് ചെല്ലുമ്പം നമ്മുടെ നിഞ്ച കിടക്കും. ഇതപ്പോൾ പറന്നു പോവാം. ചെല്ലാൻ പറ്റുന്നില്ല, ഇത്തിരി ദൂരെയാണെന്ന് ഇപ്പോൾ തോന്നുന്നു. കണ്ടക്കെന്ന് പോയാൽ പ്ലെയിനിൽ നിന്നെങ്ങാനും താഴെ വീണതായിരിക്കും. നമ്മളിനി GTR എടുക്കൊണ്ട് പോകാം. ഇത് കണ്ടോ, നമ്മുടെ വണ്ടിയുടെ ഒക്കെ പാർട്ടൊക്കെ ഇവിടെ കിടക്കും. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി നന്നാക്കേണ്ട കാര്യമില്ല, 3 വണ്ടിയല്ലേ കിട്ടിയിരിക്കുന്നത്. ആ വണ്ടി നമുക്ക് പൊട്ടിച്ച് കളയാം. സ്പീഡിൽ പോകാം. അങ്ങനെ നിഞ്ചയും കൂടെ കളഞ്ഞ കിട്ടിയ എടുത്തുകൊണ്ട് നമുക്ക് വീടിനകത്ത് കൊണ്ടിടാം. അതും കൂടി എടുത്താൽ നമുക്ക് നമ്മുടെ വണ്ടി അവിടെ ഇട്ടേച്ചും പോവാം. ഇത് എത്തുന്നില്ലല്ലോ, എന്തൊരു ദൂരാണ്. നമ്മൾ തൊട്ടടുത്താകാറായി. ഡിഫൻഡർ നമുക്ക് വേണ്ട, അത് ഏതേലും ഒരുത്തം വന്ന് എടുത്തോളൂ. ചാടി കിട്ടി, എടുത്തോണ്ട് പോവാ. സ്വിമ്മിംഗ് പൂളിൽ കിടന്നു കയറാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പൊ നമ്മള് നിഞ്ച പോയി.
കാണാം. ഈ വണ്ടി ഒന്നുകൂടെ ഇടട്ടെ. അപ്പൊ ഈ വണ്ടി നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളിൽ ഇട്ടിട്ട് നമുക്ക് തന്നെ കിട്ടാനാ. നമുക്കപ്പോൾ ഇതിനകത്തേക്ക് തന്നെ വെടിവെച്ചിടാം. ഇവിടെ വെടി വരുന്നു. എന്തോന്നു കൊള്ളാല്ല. അപ്പം എന്തായാലും ഒരു ലൈക്കും സബ്സ്ക്രൈബും തരണം ഗൈസ്. നമ്മുടെ ഡിഫൻഡർ അവിടെ കിടക്കട്ടെ, പാവം. നമുക്കപ്പോൾ ഇവിടെങ്ങാനും പോയി ഒന്ന് കുളിക്കാം. എന്തായാലും നമ്മുടെ നിഞ്ച വെച്ച് നമ്മൾ വെള്ളത്തിൽ പോകും. അപ്പോൾ കുളിച്ചേച്ച് ഒന്ന് കയറാം. ഇന്ന് ഡ്രസ്സ് മാറണം. നമ്മുടെ ഡ്രസ്സിങ് റൂമിലേക്ക് പോകാം. നമ്മുടെ കബോർഡാണ്. കബോർഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സ് മാറാം. നമ്മുടെ കയ്യിൽ വേറെ ഡ്രസ്സ് ഇരിപ്പില്ല. നമുക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ട് കിടക്കാം.